ഭക്ത്യാനാദാത്മികേ നിൻ ചരണമൊരു ദിനം കുമ്പിടുന്നോർക്കുവാക്കിൻ സത്തായി വാരാളുമൻപാർന്ന മൃതലഹരി നീ പെയ്യുമെന്നല്ലി കേൾപ്പൂ. നിത്യം നിന്നെ ഭജിക്കും തവ പദയുകളീ ഭക്തനാമെൻ്റെയുള്ളിൽ നിത്യേ. നൃത്തപ്രവീണേ നടനകുതുകമോടെത്തുവാൻ ദണ്ഡമുണ്ടോ. ദേവീ ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായം ഗംഗയുടെ അവതരണമാണ് പറഞ്ഞു വരുന്നത്. ഭഗവാൻ ഗംഗയെ ഭാരതിയുടെ ശാപമനുസരിച്ച് ഭൂമിയിലേക്ക് പോകാനും ഭൂമിയിലേക്ക് പോയാൽ ഭൂലോകത്തിലുള്ള എല്ലാവർക്കും എപ്രകാരമാണ് ഗംഗ പാപ നാശിനിയായി തീരുന്നത് എന്നും ആ ഗംഗാസ്നാനത്തിൻ്റെ മഹത്വം എന്താണ് എന്നുള്ളതുമെല്ലാം ദീർഘമായിട്ട് അവിടെ പറഞ്ഞു. അപ്പോഴാണ് ഗംഗ തൻ്റെ സംശയത്തിനെ ചോദിക്കുന്നത്. എല്ലാവരും പാപം വന്ന് തന്നെ കഴുകിയാൽ ആ പാപത്തിൽ നിന്ന് ഞാൻ എപ്പോഴാണ് വിമോചിതയാവുക? എല്ലാവരും എനിക്ക് പാപം തന്നു പോയി കഴിഞ്ഞാൽ ആ പാപഭാരം ഞാൻ ചുമക്കേണ്ടതായിട്ട് വരില്ലേ? രണ്ടാമത് ഇതാ എപ്പോഴാണ് വീണ്ടും ഈ വിഷ്ണുലോകത്തിൽ വന്ന അങ്ങയുടെ പാദസേവനത്തിന് എനിക്ക് സന്ദർഭം കിട്ടുക എന്ന ചോദ്യങ്ങളെ ചോദിച്ചപ്പോഴതിന് ഉത്തരം പറയണു ഭഗവാൻ. ജാനാമി വാഞ്ചിതം ഗംഗേ തവ സർവം സുരേശ്വരി പതിസ്ഥേ ദ്രവരൂപായ ലവണോധോ ഭവിഷ്യതി. ഹേ ഗംഗേ, നിന്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്ന് എനിക്കറിയാം. നദീരൂപമായ നിന്റെ ഭർത്താവായി തീരും ലവണസമുദ്രം. ലവണസമുദ്രം എന്ന് പറഞ്ഞാൽ ഉപ്പ് സമുദ്രം നിന്റെ ഭർത്താവായി തീരും. അവൻ എൻ്റെ അംശസ്വരൂപനും ശ്രീ ലക്ഷ്മി സ്വരൂപിണിയുമാണ്. ഭാരതി തുടങ്ങിയ ഏതെല്ലാം നദികൾ ഭാരതത്തിലുണ്ടോ അവയെക്കാളെല്ലാം നിന്നോടുള്ള സംഗമമാണ് ലവണാബ്ധിക്ക്, ലവണസാഗരത്തിന് സൗഭാഗ്യകരം. ഇന്നു മുതൽ കലിയുടെ 5000 വർഷം വരെ ഭാരതിയുടെ ശാപം മൂലം നിനക്ക് ഭാരതത്തിൽ കഴിയേണ്ടതായിട്ട് വരും. നിത്യവും നിനക്ക് സമുദ്രത്തോട് ചേർന്ന് രഹസ്യമായി രമിക്കാം. ഭാരതത്തിലെ ജനങ്ങളെല്ലാം നിന്നെ ഭഗീരഥകൃതമായ സ്തോത്രം കൊണ്ട് സ്തുതിക്കുകയും ഭക്തിപൂർവം പൂജിക്കുകയും ചെയ്യും. കണ്വ ശാഖോക്തമായിട്ടുള്ള ധ്യാനം കൊണ്ട് നിന്നെ ധ്യാനിച്ച് പൂജിക്കുകയും സ്തുതിക്കുകയും പ്രണമിക്കുകയും ചെയ്യുന്നവന് അശ്വമേധയാഗം ചെയ്താലുള്ള ഫലങ്ങളും കിട്ടും. 100 യോജനയ്ക്ക് അപ്പുറത്തിരുന്ന ഒരാൾ ഗംഗേ ഗംഗേ എന്ന് വിളിച്ചാൽ അവനും സർവപാപവിമുക്തനായി വിഷ്ണുലോകം പ്രാപിക്കും. 1000 പാപികൾ സ്നാനം ചെയ്യുന്നത് കൊണ്ട് നിനക്കുണ്ടാവുന്ന പാപം മൂലപ്രകൃതിയായ പരാശക്തിയുടെ ഭക്തന്മാർ സ്പർശിക്കുന്നത് മൂലം തന്നെ ഇല്ലാതെ കണ്ടാവും. 1000 പാപികളുടെ ശവം സ്പർശിക്കുന്നത് കൊണ്ട് നിനക്കുണ്ടാകുന്ന പാപം ആ ദേവിയുടെ മന്ത്രോപാസകർ സ്നാനം ചെയ്യുന്നത് കൊണ്ടില്ലാതാവും. നീ സരസ്വതി തുടങ്ങിയ ശ്രേഷ്ഠ നദികളോടുകൂടി അവിടെ തന്നെ പാപികളുടെ പാപത്തെ മോചിപ്പിച്ചുകൊണ്ട് വസിക്കുക. എവിടെയാണോ നിന്റെ ഗുണങ്ങൾ കീർത്തിക്കപ്പെടുന്നത് അവിടെ അതിവേഗം ഒരു തീർത്ഥസ്ഥാനമായി തീരും. നിന്റെ രേണുസ്പർശനം കൊണ്ട് മാത്രം തന്നെ പാതകിക്ക് പരിശുദ്ധനാകാം. ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അത്രയും വർഷം അവൻ ദേവലോകത്ത് വസിക്കും. എന്റെ നാമസ്മരണയോടെ നിന്റെ മഹാത്മ്യം അറിഞ്ഞ് നിന്നിൽ പ്രാണത്യാഗം ചെയ്യുന്നവരെ ഹരിപദത്തിൽ എത്തിച്ചേരും. അവർ ദീർഘകാലം ഹരിയുടെ പാർഷദന്മാരായിട്ട് കഴിയും. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ കാശിയിലൊക്കെ ചെന്ന് മരിക്കാനായിട്ട് അവിടെ പ്രത്യേകം ഏതാണ്ട് അവസാനമായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലരും കാശിയിൽ ചെന്നിട്ട് അതിന് പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആ സ്ഥലം എടുത്ത് അവിടെ കിടക്കും. കാശിയിൽ കിടന്ന് ഗംഗയുടെ തീരത്ത് കിടന്ന് മരിച്ചാൽ ഇതാ അവരെ ഗംഗയിൽ കുളിപ്പിച്ച് അവിടെ വെച്ച് തന്നെ അവരുടെ അഗ്നിക്ക് അവരെ സമർപ്പിച്ച ശേഷം
അവരുടെ അസ്ഥികളെ മുഴുവൻ ഇതാ ഗംഗയിൽ ഒഴുക്കിക്കളയണം. അങ്ങനെ ഗംഗാസ്പർശം കിട്ടുന്നത് കൊണ്ട് അവർക്ക് വിഷ്ണുലോകം കിട്ടണു എന്നൊക്കെ ദേവീഭാഗവതം മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഒട്ടേറെ ജനങ്ങൾ അവിടെ ഇതാ അവസാന സമയത്ത് അങ്ങനെ ആ വിഷ്ണുപാദം ചേരാനായിക്കൊണ്ട് ആ പുണ്യ ഗംഗയുടെ തീരത്തേക്കൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട് എന്ന് നമുക്കവിടെ പോയാൽ കാണാൻ കഴിയും. അനേകം പ്രാകൃതി പ്രളയം കാണാൻ കഴിയും അവർക്ക്. വളരെ പുണ്യം ചെയ്തവൻ്റെ ശരീരം മാത്രമേ നിന്നിൽ ഇത്തരത്തിൽ ചേരുകയുള്ളൂ. അങ്ങനെ നിന്നിൽ ശരീരം ഉപേക്ഷിക്കപ്പെടുന്നവൻ നിന്നിൽ സ്ഥിതി ചെയ്ത കാലത്തോളം വൈകുണ്ഠത്തിൽ വസിക്കും. പിന്നെ അനേകം ജന്മങ്ങളെടുത്ത കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ അവന് ഞാൻ സാരൂപ്യം നൽകും, അവനെ എൻ്റെ പാർഷദനാക്കും. അജ്ഞാനിയായ ഒരുവൻ നിന്റെ പുണ്യതീർത്ഥം സ്പർശിച്ചതോടെ മരിച്ചാൽ അവനും ഞാൻ സാരൂപ്യമുക്തി നൽകും, അവനെയും ഞാൻ എൻ്റെ പാർഷദനാക്കും. നിന്റെ നാമസ്മരണയോടെ വേറെ എവിടെയെങ്കിലും ജീവൻ വെടിഞ്ഞാലും അവൻ ബ്രഹ്മാവിനെത്ര ആയസ്സുണ്ടോ അത്രയും കാലം എൻ്റെ സാലോക്യം പ്രാപിച്ചു വസിക്കും. നിന്നെ സ്മരിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും വെച്ച് മരിക്കുന്നവന് ഞാൻ സാരൂപ്യം നൽകും. അസംഖ്യം പ്രാകൃത പ്രളയത്തോളം കാലം അവൻ രത്നമയമായ വിമാനത്തിലേറി പാർഷദന്മാരോട് കൂടിയിട്ട് ഗോലോകത്തിലേക്ക് പോകും. എനിക്ക് തുല്യനായി തീരുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. തീർത്ഥസ്ഥാനത്ത് വെച്ചോ തീർത്ഥമില്ലാത്തിടത്ത് വെച്ചോ ആകട്ടെ മരണത്തെ സംബന്ധിച്ച ഒരു വ്യത്യാസവും എൻ്റെ മന്ത്രോപാസകരും നിത്യവും എൻ്റെ നൈവേദ്യം ഭുജിക്കുന്നവരും കൽപ്പിക്കാറില്ല. 3 ലോകവും അവർക്ക് ലീലയാ പരിശുദ്ധരാക്കാൻ അവർ ശക്തരാണ്. രത്നനിർമ്മിതമായ വിമാനത്തിൽ ഗോലോകത്തേക്ക് പോകും അവരെല്ലാം. എൻ്റെ ഭക്തന്റെ ബന്ധുജനങ്ങളും പശു മുതലായിട്ടുള്ളവയും രത്നമയമായ വിമാനത്തിൽ അത്യന്തം ദുർലഭമായ ഗോലോകത്തിലെത്തും. എവിടെയെല്ലാം ജ്ഞാനികൾ അവരെ സ്മരിക്കുന്നുവോ അവരും എൻ്റെ ഭക്തിപ്രഭാവത്താൽ പരിശുദ്ധരും ജീവൻമുക്തരുമായി തീരും. ഇങ്ങനെ ഗംഗയോട് പറഞ്ഞിട്ട് ശ്രീഹരി ഭഗീരഥനോട് പറഞ്ഞു, നീ ഭക്തിപൂർവം ഉടൻ തന്നെ ഗംഗയെ സ്തുതിച്ച് പൂജിക്കുക. അതനുസരിച്ച് ഭഗീരഥൻ അവളെ ഭക്തിപൂർവം സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്തു. അദ്ദേഹം വിധിയനുസരിച്ചാണ് അവളെ ധ്യാനിക്കുകയും സ്തുതിക്കുകയും ചെയ്തത്. അദ്ദേഹം പിന്നെ പരമാത്മാവും സർവേശ്വരനുമായ കൃഷ്ണനെയും ഗംഗയെയും പ്രണമിച്ചു. അപ്പോൾ തന്നെ ഇപ്രകാരം അനുഗ്രഹിച്ച് കൃഷ്ണൻ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. അപ്പോഴാണ് നാരദൻ ചോദിക്കുന്നത്, ഏത് ധ്യാനം കൊണ്ടും സ്തോത്രം കൊണ്ടും പൂജാക്രമം കൊണ്ടുമാണ് ഭഗീരഥൻ പൂജ ചെയ്തത്? അതിനെ വിശദമായി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. കുളിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ചിത്തവൃത്തികളോടുകൂടി ഭക്തിപൂർവം ഗണേശൻ, ദിനേശൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, അഗ്നി, വിഷ്ണു, ശിവൻ, ദേവി എന്നീ 6 ദേവതകളെയും പൂജിക്കണം. അങ്ങനെ ഈ 6 ദേവതകളെയും പൂജിച്ചു കഴിയുമ്പോൾ അവൻ പൂജയ്ക്ക് അധികാരിയായിത്തീരും. വിഘ്നനാശനത്തിനായിട്ട് ഗണേശനെയും, ആരോഗ്യത്തിനു വേണ്ടി ആദിത്യനെയും, ശുദ്ധിക്ക് വേണ്ടി അഗ്നിയെയും, ഐശ്വര്യത്തിനു വേണ്ടി വിഷ്ണുവിനെയും, ജ്ഞാനത്തിനു വേണ്ടി ജ്ഞാനേശനായിട്ടുള്ള ശിവനെയും, മുക്തിക്കായി ദേവിയെയും പൂജിക്കണം. അവരെ പ്രകാരം പൂജിച്ചിട്ട് അറിവുള്ളവർ ഇവയെല്ലാം നേടണം. മറ്റു തരത്തിലായാൽ വിപരീതമായിരിക്കും ഫലം. ഈ ധ്യാനം കൊണ്ടുവേണം ധ്യാനിക്കാൻ, അത് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞവിടെ നിർത്തി 11ാമത്തെ അധ്യായം. ഇനി അടുത്ത അധ്യായത്തിൽ ആ ഗംഗയെ പൂജിക്കുമ്പോൾ ഗംഗയെ ധ്യാനിക്കേണ്ട ധ്യാനങ്ങളാണ് അവിടെ പറയുന്നത്. നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരയേ നമഃ.